എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സൈൻ വേവ് ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോയുടെ സ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണുക. പൊതുവെ സൈൻ വേവ് ഇൻവെർട്ടർ കോമൺ ആയിട്ട് വരുന്ന ഒരു മെയിൻ പ്രോഗ്രാം IC ആണ് 30F2010 എന്ന നമ്പറുള്ള IC. ഈ ബോർഡുകളിൽ കോമൺ ആയിട്ട് ഒരു 5 പിന്നാണ് വരുന്നത്. എന്നിരുന്നാലും 2 പിൻ വെച്ചിട്ടുള്ള സ്വിച്ച് കണക്ഷനുണ്ട്. കൂടുതലും 5 പിൻ സ്വിച്ച് കണക്ഷനാണ് ഉള്ളത്. ഈ 5 പിൻ സ്വിച്ച് കണക്ഷനിലാണ് നമ്മളുടെ കാലിബ്രേറ്റ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളീ കാണുന്നതാണ് കാലിബ്രേഷൻ സ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണിത്. ഈ കാണുന്നത് മൈക്രോ സ്വിച്ചുകളാണ്. ഇത് വലിയ ടൈപ്പ് 3 മൈക്രോ സ്വിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ ചെറിയ സ്വിച്ച് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ ബട്ടൺ ഉയർന്നു നിൽക്കുന്ന പല ടൈപ്പ് സ്വിച്ചുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വിച്ച് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊരു കാലിബ്രേഷൻ സ്വിച്ചാണ്. ഇതിൻ്റെ നോബ് വളരെ ഉയർന്നിട്ടുള്ളതാണ്. ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്വിച്ച് ആയാലും മതി. അതല്ലെങ്കിൽ ഈ സെയിം സ്വിച്ച് തന്നെയാണ്. ഇതിൻ്റെ നോബ് വലിപ്പം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഈ ഒരു കാലിബ്രേഷൻ സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒത്തിരി പേർ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ കാലിബ്രേഷൻ സ്വിച്ച് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു ഡോട്ടഡ് PCB ആണ് വേണ്ടത്. അപ്പോൾ ഡോട്ടഡ് PCB ഏകദേശം ഈ സൈസോ ഇതിൽ ചെറിയ സൈസോ മതി. കാരണം നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന അത്രയും വീതി മതി. അപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഒരു പീസാണിത്. ഈ ഒരു പീസിൽ നമുക്ക് ഈ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാം. അതിനു മുമ്പായി നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. മൾട്ടിമീറ്റർ ബസർ മോഡിലിടുക. ഈ സ്വിച്ചിന് 4 ലെഗുകളാണുള്ളത്. അതിൽ 2 ലെഗുകൾ ഷോർട്ടിങ് ആയിരിക്കും. നമുക്ക് ആ ഷോർട്ടിങ് ലെഗ് ഏതാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. ഈ സൈഡും ഷോർട്ടിംഗ് ആണ്. സ്വിച്ച് അമർത്തുമ്പോൾ ഇപ്പുറത്ത് കണക്ഷൻ വരുന്നതാണ്. അപ്പോൾ ഷോർട്ടിംഗ് ഉള്ള വശമാണ് നമ്മൾ ഒരു സൈഡ് വെക്കുന്നത്. ഷോർട്ടിംഗ് ഉള്ള 2 സൈഡാണ് ഈ മോളിൽ കാണുന്നത്. താഴത്തത് ഈ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം വരുന്ന കണക്ഷനാണിത്. ഇതിനായി നമുക്ക് ബോർഡിൽ കണക്ട് ചെയ്യാവുന്ന വയറാണ് വേണ്ടത്. അതായത് ഇതൊരു 5 പിൻ വയറാണ്. ഇതേപോലെ സോക്കറ്റിൽ നിന്നും വരുന്ന 5 കളർ വയറുകളുണ്ട്. ഇതിൽ ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. നമ്മൾക്ക് 4 ലൈൻ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ലൈൻ നമ്മൾ വിടുകയാണ്. ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഇതും അതേപോലെ 2 പിന്നാണ്. ചില ബോർഡുകളിൽ 2 പിന്ന് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പിന്ന് വെച്ചും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ കണക്ഷൻ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ഡയഗ്രാം വരക്കാം. 3 സ്വിച്ചാണ് ഞാൻ ഇവിടെ വരക്കുന്നത്. ഇത് ഷോർട്ടിംഗ് ഉള്ള 2 സൈഡാണിത്. ഇത് പ്രസ് ചെയ്താൽ കിട്ടുന്ന 2 സൈഡാണ്. ഈ ഷോർട്ടിംഗ് ഉള്ള മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റാൻഡ് വയർ കൊണ്ട് ജോയിൻ ചെയ്യുക. ഇതിൽ നെഗറ്റീവ് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ ഇതിൻ്റെ അടിയിലെ ഭാഗം 2 പിന്നും തമ്മിൽ ഇതേപോലെ ഷോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഫങ്ഷൻ എന്ന് എഴുതാം. അപ്പോൾ ഈ സെൻട്രൽ കാണുന്നതാണ് എൻ്റർ ബട്ടൺ. E എന്ന് എഴുതാം, അല്ലെങ്കിൽ OK ബട്ടൺ. ഈ വലതുവശത്ത് കാണുന്നത് അപ്പ് ബട്ടണാണ്, അല്ലെങ്കിൽ പ്ലസ് ബട്ടൺ. ഇടതുവശത്ത് കാണുന്നത് ഡൗൺ ബട്ടണാണ്, അല്ലെങ്കിൽ മൈനസ് ബട്ടൺ. ഇനി ഇതിൽ നിന്ന് വരുന്ന ഈ കറുത്ത വയർ എന്തായാലും കോമൺ ആയിട്ട് നമ്മൾ നെഗറ്റീവായിരിക്കും പൊതുവേ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവ് വയറാണ് ഈ നെഗറ്റീവ് എന്ന് നമ്മൾ ബാർ ചെയ്തിരിക്കുന്നിടത്ത് കൊടുക്കേണ്ടത്. അപ്പ് എന്ന് കാണിച്ചിരിക്കുന്നിടത്ത് UPS മോഡുള്ള വയറാണ് വേണ്ടത്. ഡൗൺ എന്ന് കാണിച്ചിരിക്കുന്നത് ഇൻവെർട്ടർ മോഡുള്ള വയറാണ്. എൻ്റർ ബട്ടൺ കാണിച്ചിരിക്കുന്നത് ഓട്ടോമോട്ടീവ് വയറാണ്. ഇനി നിങ്ങൾക്ക് ഈ പോയിന്റുകളെല്ലാം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയൊരു വിദ്യ പറഞ്ഞു തരാം. ഇത് ബോർഡിൽ പ്രസ് ചെയ്ത് വെച്ച ശേഷം ഈ നെഗറ്റീവ് വയർ ഓരോ വയർ മുട്ടിക്കുമ്പോഴും നമ്മളുടെ ഡിസ്പ്ലേയിൽ ആ ഫങ്ഷൻ തെളിഞ്ഞു വരുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 kV ബോർഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഏത് ബോർഡിലാണെങ്കിലും നിങ്ങൾക്ക് ഈ കണക്ഷൻ കൊടുത്താൽ മതി. ഈ ബ്രൗണിൽ ഞാൻ ഇത് മുട്ടിക്കുമ്പോൾ ഇൻവെർട്ടർ ഓൺ ആയിട്ടാണ് വരുന്നത്. അടുത്തത് ഈ റെഡിൽ ഞാൻ മുട്ടിക്കുമ്പോൾ UPS ഓൺ ആണ് വരുന്നത്. അടുത്തത് ഈ ഓറഞ്ചിൽ മുട്ടിക്കുമ്പോൾ
ഓട്ടോമോട്ടീവ്, അതായത് നമുക്ക് ഈ എൻ്റർ ബട്ടൺ അല്ലെങ്കിൽ സെറ്റപ്പ് ബട്ടൺ ആണിത്. അതുപോലെ തന്നെ ഈ യെല്ലോ വയറിൽ മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാർ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ വയറുകൾ എളുപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബോർഡിൽ വേണമെങ്കിലും ചെയ്യാം. പല ബോർഡിലും പല രീതിയിലാണ് കണക്ഷനുകൾ വരുന്നത്. പൊതുവേ ഇതേപോലത്തെ ഒരു 5 പിന്നിട്ടാണ് 1 kV മുതൽ വരുന്നത്. എന്നിരുന്നാലും ചില ബോർഡിൽ ഇതേപോലെ 2 പിൻ വെച്ചിട്ട് ഒരു നെഗറ്റീവും ഒരു ഇൻവെർട്ടർ വയർ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് UPS വയർ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓട്ടോമോട്ടീവ് വയർ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സോളാർ വയർ. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ് ഈ കണക്ഷൻ. ഇനി നമുക്ക് ഈ സ്വിച്ചുകളൊക്കെ ഒന്ന് പിടിപ്പിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ സ്വിച്ചുകൾ പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഷോർട്ടിംഗ് ഉള്ള ഭാഗം മുകളിലാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഷോർട്ടിംഗ് ഉള്ള ഭാഗം ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് ഷോർട്ടിംഗ് ഉള്ളത്. ഇത് നമുക്ക് ഈ ബോർഡിൽ ഫിറ്റ് ചെയ്യാം. ഇതേപോലത്തെ ഡോട്ടർ PCBയിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഇതിൽ ഇറക്കി വെക്കുക. ഇവിടെ ഇത്തിരി സ്പേസ് ഇടുക നമുക്ക് കൈ പിടിക്കാൻ വേണ്ടി. അതേപോലെ അടുത്ത ബട്ടണും ചെക്ക് ചെയ്യുക. ഷോർട്ടിംഗ് ഉള്ള ഭാഗം മുകളിലും താഴെയുമായിട്ട് ഫിറ്റ് ചെയ്യുക. അതേപോലെ മൂന്നാമത്തെ സ്വിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ലെഗുകളൊക്കെ ഒന്ന് മടക്കി വെക്കുക. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു സിംഗിൾ സ്റ്റാൻഡ് വയർ എടുത്തിട്ട് ഈ ടോപ്പിൽ കാണുന്ന 6 പിന്നും തമ്മിൽ സോൾഡർ ചെയ്യുക. ഇനി ഈ വയറിൻ്റെ അറ്റം കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായി നമുക്ക് ഓരോ സ്വിച്ചിൻ്റെ അടിയിൽ വരുന്ന 2 പിന്നും തമ്മിൽ ഷോർട്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അരികെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ അടുത്തതിലും അതേപോലെ ഷോർട്ട് ചെയ്യുക. ഈ സ്വിച്ചിൻ്റെ മുകളിലത്തെ 6 ലെഗുകളും തമ്മിൽ നമ്മൾ ഒരു സിംഗിൾ സ്റ്റാൻഡ് വയർ വെച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സ്വിച്ചിൻ്റെയും ഈ 2 ലെഗുകൾ തമ്മിൽ സിംഗിൾ സ്റ്റാൻഡ് വയർ വെച്ചിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വയർ കണക്ഷൻ കൊടുക്കാം. ആദ്യമായി നെഗറ്റീവ് വയർ ടോപ്പ് സൈഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ സെറ്റപ്പ് ബട്ടണായ എൻ്റർ ബട്ടണിൽ ഈ ഓറഞ്ച് വയർ കണക്ട് ചെയ്യാം. ഒരു കാര്യം വിട്ടുപോയി, നമുക്കിതിൽ ഇതേപോലെ നമുക്കിതിൻ്റെ ഫങ്ഷൻ എഴുതാം. നടുക്കത്തേത് E എന്ന് എഴുതാം, അതായത് എൻ്റർ ബട്ടൺ. വലതുവശത്തത് അപ്പ് എന്നുള്ളതിന് U എഴുതാം. ഇടതുവശത്ത് ഡൗൺ എന്നുള്ളത് D എഴുതാം. അപ്പോൾ അപ്പ് എന്നുള്ള ഭാഗത്ത് നമ്മൾ UPSൻ്റെ വയറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വശമായതുകൊണ്ട് നമുക്ക് ഈ റെഡ് വയറാണ് നമ്മൾ ഈ 3 kVയുടെ ബോർഡിൽ കൊടുക്കാൻ പോകുന്നത്. അടുത്തത് ഡൗൺ ബട്ടണാണ്. അത് ഇൻവെർട്ടറിൻ്റെ വയറാണ് കൊടുക്കേണ്ടത്. അത് നമ്മളുടെ ബ്രൗൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ വയർ കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 വയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. റെഡ് വയർ അപ്പിലും, സെൻറ്ററിൽ ഓറഞ്ച് വയറായ ഓട്ടോമോട്ടീവും, ഡൗണിൽ ഇൻവെർട്ടർ വയറായ ബ്രൗണുമാണ് കൊടുത്തിരിക്കുന്നത്. കോമൺ ആയിട്ട് നെഗറ്റീവ് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ യെല്ലോ വയറുണ്ട്, അത് നമുക്ക് ഈ താഴത്തെ ഏതെങ്കിലും ഭാഗത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും. എവിടെയെങ്കിലും സോൾഡർ ചെയ്താൽ മതിയാവും. ഞാൻ തൽക്കാലം ഈ അടിഭാഗത്ത് സോൾഡർ ചെയ്യുകയാണ്. നമുക്കിവിടെ ഷോർട്ടിംഗ് ഒന്നും വരാണ്ടിരിക്കാനായിട്ടാണ്. ഇനി നോർമലായിട്ട് നമ്മളുടെ ഈ സാധാരണ ബോർഡുകളിൽ വരുന്ന ഒരു കാലിബ്രേഷൻ സ്വിച്ചിൻ്റെ സെറ്റപ്പ് ഇതാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് അറിയാവുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരിക. ഇപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കാലിബ്രേഷൻ സ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ 5 പിൻ വയറും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് 3 kV 24 വോൾട്ടിൻ്റെ ഒരു സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ഉള്ളിലെ സെറ്റപ്പാണ് ഈ കാണുന്നത്. ഞാനിത് ഒരു പലകയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുന്നതിന് എളുപ്പത്തിന് വേണ്ടി. ട്രാൻസ്ഫോമർ ഒരു ചെറിയ ട്രാൻസ്ഫോമറാണ്. അതേപോലെ ഇതിൽ നിന്ന് ഞാൻ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഡ്രെയിനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ടൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി കൊടുത്താൽ നിങ്ങൾ
ഔട്ടൊക്കെ മാറ്റിയിട്ടാൽ മതി, നേരത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ സ്വിച്ചാണ് ഒന്ന് ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ സ്വിച്ചിൻ്റെ പുറകുവശത്ത് നിങ്ങളൊരു പേപ്പർ ഇങ്ങനെ ഒട്ടിക്കുന്നത് നല്ലതായിരിക്കും. വെറുതെ സെലോ ടേപ്പ് വെച്ച് ഇങ്ങനെ മറച്ചൊട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ മുട്ടുമ്പോൾ ലൈൻ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഈർപ്പമുണ്ടെങ്കിൽ ടച്ച് ആവും, അപ്പോൾ ഇത് ഷോർട്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് അടിയിലൊരു പേപ്പർ ഒട്ടിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ സ്വിച്ചിലൊക്കെ ഇവിടെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഇതിലൊന്ന് കണക്ട് ചെയ്യാം. ഈ ബോർഡിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന സ്വിച്ച് ലൈനിലാണ് ഇത്. ഇൻവെർട്ടർ ലൈനുണ്ട്, സോളാർ ലൈനുണ്ട്, UPS ലൈനുണ്ട്, കാലിബ്രേഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പോയിൻ്റുണ്ട്, ഒരു കോമൺ നെഗറ്റീവുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വയർ ഇതിൽ കണക്ട് ചെയ്യാം. ഞാനിവിടെ ബാറ്ററിക്ക് ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു 24 വോൾട്ട് ആക്കിയിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. ഇതിൽ ഞാൻ ബ്രിഡ്ജ് ഡയോഡ് മോഡ്യൂളൊക്കെ ഇട്ട് കപ്പാസിറ്ററൊക്കെ ഇട്ട് ഒരു 28 വോൾട്ട് ആക്കി ഔട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ ഇതിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നമ്മൾ മുൻപത്തെ കാലിബ്രേഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഈ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം മാത്രമേ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാകും, ഇത്ര വലിയ വോൾട്ടേജ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റർ സെറ്റപ്പ്. അത് നമ്മൾ അപ്പ് ബട്ടൺ അടിക്കുമ്പോൾ YS വരുന്നുണ്ട്, എൻ്റർ കൊടുക്കുക. അപ്പോൾ വെർഷൻ 4 ഒക്കെ കാണിക്കുന്നുണ്ട്, കാലിബ്രേഷൻ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് ഓക്കെ അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. AC ഔട്ട്, ഇൻവെർട്ടർ ലോഡ്, AC ഇന്ന്, അങ്ങനെ ചാർജിങ് ആംബിയർ മുതലായ എല്ലാ ഐറ്റം ഇതിൽ വരുന്നതാണ്. അപ്പ് ബട്ടൺ അടിക്കുമ്പോൾ നോ ലോഡ് സെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് ഓപ്ഷൻസ് ഉണ്ട്, അടുത്തത് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതിലാണ് നമ്മൾ സകല സെറ്റിങ്സും ചെയ്യുന്നത്. ബാറ്ററി ലോ, ബാറ്ററി 2 ലോ, ബാറ്ററി ഫുൾ T, ബാറ്ററി ഫുൾ A, ഇൻവെർട്ടർ വോൾട്ട്, ഇൻവെർട്ടർ ലോഡ്, ചാർജിങ് ആംബിയർ, ഇൻവെർട്ടർ സ്റ്റാർട്ടറ്റ്, ഇൻവെർട്ടർ സ്റ്റോപ്പറ്റ്, ഫാക്ടറി സെറ്റിങ്, ഗോ ബാക്ക്. അപ്പോൾ ഗോ ബാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അപ്പ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കാർഡ് വരും. ഇതൊന്നും വേണ്ടെങ്കിൽ ഡിസ്കാർഡ് അടിക്കുക. അടുത്തത് പ്രസ് ചെയ്യുമ്പോൾ ഡൺ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുന്നതാണ്. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഡൺ അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഡിസ്കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കാലിബ്രേഷൻ സ്വിച്ച് ഉണ്ടാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡുകൾ യഥാർത്ഥ രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു 1 kV 12 വോൾട്ടിൻ്റെ സൈൻ വേവ് ബോർഡാണ്. നിങ്ങൾ ഈ സ്വിച്ച് സൈഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് 2 പിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ 2 പിന്നാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ സൈഡിൽ നിന്ന് ആദ്യം കാണുന്നത് സെറ്റപ്പ് ബട്ടണാണ്, അതായത് നമ്മളുടെ ഓട്ടോമോട്ടീവാണ്. നിങ്ങൾ ഇതിൽ ഒരു പിന്നിൽ നെഗറ്റീവും അടുത്തത് സെറ്റപ്പ് ബട്ടണുമാണ്. അടുത്തത് രണ്ടാമത്തെ പിന്നിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് സോളാറാണ്. അതിൽ നെഗറ്റീവും ഒരു സോളാർ ചാർജിങ്ങുമാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് UPS ആണ്. ഇതിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവും അത് UPSൻ്റെ ഒരു വയറുമാണ്. ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവും ഇൻവെർട്ടർ വയറുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതേപോലത്തെ 2 പിന്ന് വയറെടുക്കുക. അത് നമുക്ക് 4 വയറ് വേണ്ടതിന് 1 2 3 4 ഈ 4 എണ്ണത്തിൽ നമ്മൾക്ക് ഒരെണ്ണം മാത്രമേ ഒഴിവാക്കാനുള്ളൂ. സോളാർ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഈ സെറ്റപ്പ് ബട്ടൺ എടുക്കുക, UPS എടുക്കുക, ഇൻവെർട്ടർ എടുക്കുക. ഇതിൽ നിന്നും വരുന്ന ബ്ലാക്കായ കോമൺ വയർ നിങ്ങൾ ഈ സ്വിച്ചിൻ്റെ ബാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഈ സ്വിച്ചിന് വേണ്ടി ഞാനിപ്പോൾ ലൈൻ മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അതേപോലെ ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കേണ്ടി വരും. ഇൻവെർട്ടർ വയറും ഈ സെറ്റപ്പ് വയറും ഒക്കെ നോക്കിയിട്ട് അതേപോലെ ഇതിൽ കൊടുക്കാം. ചിലതിൽ 5 പിന്ന് വരുന്നുണ്ട്. ആ ബോർഡ് ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലില്ല. 5 പിൻ വന്ന ബോർഡിൽ ഇതേപോലെ ഈ ലൈനൊന്ന് മാറ്റി കൊടുത്താൽ മതിയാവും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു സൈൻ വേവ് ഇൻവെർട്ടർ കാലിബ്രേറ്റ് ചെയ്യുന്ന സ്വിച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിലോ ഇഷ്ടമാകുമെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.